അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. നാം നോക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ട്രാൻസ്ലേഷൻ്റെ ഒരു ചെറിയ ചരിത്രമാണ്. നമ്മൾ പറഞ്ഞ് പണ്ട് കാലത്തുണ്ടായിരുന്ന ട്രാൻസ്ലേഷൻ്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് അലക്സാണ്ടറിൻ്റെ കാലത്തുണ്ടായിരുന്ന അതുമുതലുള്ള ട്രാൻസ്ലേഷൻ്റെ ചരിത്രമാണ്. ആദ്യത്തെ പാരഗ്രാഫിൽ പറയുന്നത് അലക്സാണ്ടറിൻ്റെ കാലത്തുണ്ടായിരുന്ന അത്രയും യുദ്ധങ്ങളും അതുപോലെ തന്നെ കീഴടക്കലുകളുമൊന്നും ലോകത്ത് മറ്റൊരു കാലത്തും ഈ ലോകം സാക്ഷിയായിട്ടില്ല. ആ കാലത്തുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ കീഴടക്കലുകളുടെയും യുദ്ധങ്ങളിലൂടെയും വ്യത്യസ്തമായിട്ടുള്ള രാജ്യങ്ങളുടെ സംസ്കാരങ്ങളും ജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളുമെല്ലാം അതേപോലെ തന്നെ അവരുടെ സംസ്കാരങ്ങളും എല്ലാ കാര്യങ്ങളും മറ്റുള്ള സ്ഥലങ്ങളിലേക്കും നീങ്ങാൻ തുടങ്ങി. അതിനുള്ള പ്രധാന ഒരു ഘടകം എന്നുള്ളത് ട്രാൻസ്ലേഷൻ തന്നെയായിരുന്നു. ഇവിടെ പറയുന്നുണ്ട്, അന്ന് കാലത്ത് പ്രത്യേകമായിട്ടും ഗ്രീക്ക് സംസ്കാരം അഥവാ ഹദാറത്ത് യൂനാൻ, ഗ്രീക്ക് സംസ്കാരവും അതുപോലെ തന്നെ അതിലടങ്ങിയിരിക്കുന്ന ഒരുപാട് ഗ്രീക്ക് തത്വജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളുമെല്ലാം ആ ഗ്രീസിൻ്റെ പരിധിയെല്ലാം വിട്ടുകൊണ്ട് അത് വെസ്റ്റിലേക്കും ഈസ്റ്റിലേക്കും യാത്ര ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഒരുപാട് ദൂരം അത് വിട്ടുകിടക്കുന്നുണ്ട്. നമുക്കറിയാം, പടിഞ്ഞാറൻ രാജ്യമായിട്ടുള്ള ഗ്രീസിൽ നിന്ന് ഈ കിഴക്കൻ ഭാഗത്തുള്ള ഇന്ത്യയിലേക്ക് വരെ അതെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈജിപ്തിലും അവിടെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഗ്രീക്ക് സംസ്കാരത്തിൻ്റെ ഒരു സ്വാധീനവും ഇവരുടെ സംസ്കാരത്തിൽ കാണാൻ കഴിയും. പിന്നീട് അങ്ങോട്ട് എല്ലാ ആളുകളും വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ അറിവുകളും ജ്ഞാനങ്ങളും വിജ്ഞാനങ്ങളുമെല്ലാം സ്വന്തം ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാനും അതുപോലെ അത് പഠിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അന്ന് കാലത്ത് ഈ സമൂഹങ്ങൾക്കിടയിൽ അവരെ ബന്ധിപ്പിക്കാൻ ആയിട്ട് ഒരു തരത്തിലുള്ള ഉപാധിയും ഉണ്ടായിരുന്നില്ല. കുറച്ച് കച്ചവട കാര്യങ്ങളുണ്ട് എന്നല്ലാതെ പിന്നീട് അവർ മുഖ്യമായിട്ടും അവരെ കണക്ട് ചെയ്യുന്നത്, അവരെ ബന്ധിപ്പിക്കുന്നത് ഈ ട്രാൻസ്ലേഷൻ തന്നെയായിരുന്നു. പക്ഷേ അന്ന് കാലത്ത് എല്ലാ സ്ഥലങ്ങളും അലക്സാണ്ടറിനും അതുപോലെ തന്നെ ഈ ഗ്രീക്ക് ഫോഴ്സിനും കീഴ്പ്പെട്ടത് കൊണ്ട് തന്നെ ആ ഒരു കീഴ്പ്പെടൽ അവരുടെ സംസ്കാരത്തിലെല്ലാം ഒരു മിക്സഡ് കൾച്ചർ ഉണ്ടാക്കി തീർത്തിട്ടുണ്ട്. അഥവാ ആ നാടുകളിലെല്ലാം ഈ യൂറോപ്പിൻ്റെയും അതുപോലെ തന്നെ ഗ്രീക്കിൻ്റെയും സംസ്കാരത്തിൽ നിന്നുള്ള അവരുടെ സംസ്കാരം ഈ ആളുകളുടെ ഈ അലക്സാണ്ടർ കീഴടക്കിയിട്ടുള്ള നാടുകളിലുള്ള ആളുകളുടെ സംസ്കാരത്തിൽ കൂടിക്കലർന്നിട്ടുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് സംശയമില്ലാതെ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, അന്ന് കാലത്തൊക്കെ ഈ രീതിയിൽ സംസ്കാരങ്ങളും അതുപോലെ തന്നെ വിജ്ഞാനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും അവരുടെ ഭാഷ ഒന്നായിരുന്നില്ലല്ലോ. അതുകൊണ്ട് അന്ന് കാലത്ത് ട്രാൻസ്ലേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതിന് ഇതൊരു വ്യക്തമായ തെളിവ് തന്നെയാണ്. പിന്നീട് BC 323 അലക്സാണ്ടർ മരിക്കുന്നതോടുകൂടെ ഈ ഗ്രീക്കിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള സംസ്കാരങ്ങളെ ലോകത്തുള്ള എല്ലാ ഭാഗത്തേക്കും നിലനിർത്താനും എല്ലാ ഭാഗത്തേക്കും പ്രചരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റുകളും നടന്നിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റ് AD 700 വരെ 7-ാം നൂറ്റാണ്ട് വരെ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം BC 300 മുതൽ AD 700 വരെ ആകുമ്പോൾ 1000 വർഷങ്ങൾ. ഈ 1000 വർഷത്തിൽ ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് സാംസ്കാരികമായിട്ടുള്ള കേന്ദ്രങ്ങൾ, ആ കേന്ദ്രങ്ങളുടെ ഇടയിലെല്ലാം ഒരു രീതിയിലുള്ള സാംസ്കാരികമായിട്ടുള്ള ഇൻ്ററാക്ഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടക്കുകയുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, അലക്സാണ്ടർ ഒരുപാട് രാജ്യങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. ഇസ്കന്ദരിയ, അന്തോക്കിയ, ജുന്തിസാബൂർ, അത്തരത്തിലുള്ള ഒരുപാട് ഒരുപാട് ജ്ഞാനങ്ങളുടെ കേന്ദ്രങ്ങൾ അദ്ദേഹം കീഴടക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കീഴിൽ വരുന്ന സമയത്ത് അവിടെ എന്താണ് പരസ്പരം ഈ കേന്ദ്രങ്ങളെല്ലാം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ കേന്ദ്രങ്ങൾക്കിടയിലെല്ലാം ഒരു സാംസ്കാരികമായിട്ടുള്ള വൈജ്ഞാനികമായിട്ടുള്ള ഒരു ഇൻ്ററാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ കാലത്ത് ഈ ഗ്രീക്ക് തത്വചിന്തകളും അതേപോലെ തന്നെ ഗ്രീക്ക് വിജ്ഞാനങ്ങളുമെല്ലാം ഒരുപാട് നല്ല രീതിയിൽ തന്നെ സിറിയൻ ഭാഷയിലേക്കെല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ചും 489 മദ്രസത്തുർ റഹ അടച്ചുപൂട്ടിയതിന് ശേഷം. മദ്രസത്തുർ റഹ എന്താണ് എന്നുള്ളത് നമ്മൾ ശേഷം പറയുന്നുണ്ട്. അതോടുകൂടെ ഈ മദ്രസത്തുർ റഹ 489 അടച്ചുപൂട്ടലോടുകൂടെ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് സ്കോളേഴ്സ് നസീബിയൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നുണ്ട്. നസീബിയൻ എന്ന് പറയുന്നത് ഇന്നത്തെ തുർക്കിയിലുള്ള മാറദീൻ പ്രവിശ്യയിലെ ഒരു സ്ഥലമാണ് നസീബിയൻ എന്നുള്ളത്. ഈ പലായനത്തോടുകൂടെ ഗ്രീക്കിലുണ്ടായിരുന്ന ഒരുപാട് ഫിലോസഫികളും അതേപോലെ തന്നെ ഗ്രീക്ക് മെഡിസിനും ഒരുപാട് ഭാഷയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗ്രീസിൽ അന്നുണ്ടായിരുന്ന മതകീയമായിട്ടുള്ള ഓപ്രഷൻ, ഒരു അടിച്ചമർത്തലിനെ ഭയന്നുകൊണ്ട് ഒരുപാട് പേർ ഗ്രീസ് വിട്ട് മറ്റു പല രാജ്യങ്ങളിലേക്കും പലായനം ചെയ്യുന്നുണ്ട്.
ഇതും ഗ്രീക്ക് ഫിലോസഫിയും മറ്റും ഗ്രീക്ക് ജ്ഞാനങ്ങളുമെല്ലാം പ്രചരിക്കാനുള്ള മറ്റൊരു കാരണം കൂടിയാണ്. പിന്നീട് AD 528 മദ്രസത്തു അസീന അഥവാ ഏഥൻസ് സ്കൂൾ. ഏഥൻസ് സ്കൂൾ അത് ഗ്രീക്കിലെ ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള അരിസ്റ്റോട്ടിലിൻ്റെ സ്കൂളാണ്, മദ്രസയാണ് മദ്രസത്തു അസീന. ഈ ഏഥൻസ് സ്കൂൾ അടച്ചുപൂട്ടപ്പെട്ടപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പണ്ഡിതന്മാർ, സ്കോളേഴ്സ്, അവർ കിഴക്ക് ഭാഗത്തുള്ള പേർഷ്യ പോലെയുള്ള രാജ്യങ്ങളിലേക്ക് വന്നു. അതുപോലെ തന്നെ സിറിയൻകാരെല്ലാം ജുന്തി സാബൂർ അവിടെ വന്നുകൊണ്ട് താമസമാക്കുകയും ചെയ്തു. ഇത് ട്രാൻസ്ലേഷൻ മൂവ്മെൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു പുതിയ ഘട്ടത്തിനുള്ള തുടക്കമായിരുന്നു. പിന്നീട് നമ്മൾ നേരത്തെ പറഞ്ഞ മദ്രസത്തു റഹ. മദ്രസത്തു റഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മദ്രസത്തുൻ ലാഹൂത്തിയത്തുൻ സുരിയാനിയ, സിറിയയിലുണ്ടായിരുന്ന ഒരു തിയോളജിക്കൽ മദ്രസയായിരുന്നു മദ്രസത്തു റഹ എന്ന് പറയുന്നത്. ഏകദേശം AD 200 കാലഘട്ടത്തുണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന സലാലത്തു അബാജിറ അഥവാ അബ്ഗാരിസ് ഡൈനാസ്റ്റി. അബ്ഗാരിസ് ഡൈനാസ്റ്റിയുടെ കാലത്താണ് ഈ മദ്രസത്തു റഹ നിർമ്മിക്കപ്പെടുന്നത്. അവരായിരുന്നു അന്ന് റഹ പട്ടണം ഭരിച്ചിരുന്നത്. അന്ന് കാലത്ത് അവർ ഉണ്ടാക്കിയതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇന്ന് ആ മദീനത്തു റഹ, ആ റഹ സിറ്റി നമ്മുടെ തുർക്കിയിലായിട്ടുള്ള ഒരു സ്ഥലമാണ്. പിന്നീട് അടുത്ത പാരഗ്രാഫിൽ നമുക്ക് നോക്കാനുള്ളത് ഈ ട്രാൻസ്ലേഷനിൽ പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് പടിഞ്ഞാറൻ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ട്. പടിഞ്ഞാറിൽ നിന്നുള്ള പണ്ട് കാലത്തും ഇന്നും പ്രസിദ്ധരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരിൽ കുറച്ച് ആളുകളെയാണ് നമുക്ക് നോക്കാനുള്ളത്. ആദ്യമായിട്ടുള്ളത് അൽ ഖതീബുർ റൂമാനി ഷേഷ്റൂൻ. 106 മുതൽ അഥവാ BC 43 വരെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാമം മാർക്കസ് ടിലിയൂസ് സീസറോ എന്നായിരുന്നു. ലോകത്തുള്ള ഏറ്റവും പഴക്കം ചെന്ന മദ്രസത്ത് തർജുമയുടെ മദ്രസ അദ്ദേഹത്തിലേക്കാണ് ചേർക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം പൂർണ്ണമായിട്ടുള്ള ഫ്രീഡമുള്ള ഒരു ട്രാൻസ്ലേഷനെയായിരുന്നു അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നത്. എല്ലാ രീതിയിലും എക്സ്പ്രഷനിലുള്ള എല്ലാ ഭംഗിയും അതേപോലെ തന്നെ സാഹിത്യത്തിൻ്റെ എല്ലാ മൂല്യവും ഉൾക്കൊണ്ടിച്ചിട്ടുള്ള ഒരു ഫ്രീ ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനായിരുന്നു അദ്ദേഹം മുറുകെ പിടിച്ചിരുന്നത്. അതേപോലെ രണ്ടാമതായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് അറാഹിം ജെയ്റൂം സാഫ്രോങ് എന്ന് പറയുന്നത്. ഏകദേശം AD 340 മുതൽ AD 430 വരെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം വളരെയധികം പ്രസിദ്ധനായിരുന്നു. കാരണം അദ്ദേഹമായിരുന്നു ഇഞ്ചീലിനെ ആദ്യമായിട്ട് ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ലാറ്റിൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെയധികം പ്രസിദ്ധനായിരുന്നു. പിന്നീട് അദ്ദേഹമാണ് ആദ്യമായിട്ട് ഈ ഭൗതികമായിട്ടുള്ള ട്രാൻസ്ലേഷനും അതേപോലെ തന്നെ മതകീയമായിട്ടുള്ള ട്രാൻസ്ലേഷനും രണ്ടായിട്ട് വേർതിരിക്കുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നത് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാൻസ്ലേഷനും ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ ആ സോയ്സ് ലാംഗ്വേജിനെ, നെസ്റ്റുൻ അസ്ലീനെ, സോയ്സ് ടെക്സ്റ്റിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുകയും അതേപോലെ തന്നെ അവൻ്റേതായിട്ടുള്ള ഭാഷയിൽ, അവൻ്റെ മദർ ടങ്ങിലും അതേപോലെ തന്നെ അവൻ്റെ ഏത് ഭാഷയിലേക്കാണോ അവൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അഥവാ ടാർഗറ്റ് ലാംഗ്വേജും ആ ലാംഗ്വേജിലുള്ള എല്ലാവിധ ദാത്തുകളും എല്ലാവിധ ഉപകരണങ്ങളും സാഹിത്യപരമായിട്ടുള്ള മറ്റു ടൂൾസുകളും അവൻ അറിഞ്ഞിരിക്കണം. അവൻ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഭാഷ അഥവാ നമ്മുടെ സോയ്സ് ലാംഗ്വേജ് അവൻ നന്നായിട്ട് അറിയണം എന്നില്ല. പക്ഷേ ഇയാളുടെ മാതൃഭാഷയും അതുപോലെ തന്നെ ടാർഗറ്റ് ലാംഗ്വേജും നല്ല രീതിയിൽ അറിഞ്ഞിരിക്കണം. പിന്നീട് അടുത്തതായിട്ടുള്ള ഒരു ഇറ്റാലി സ്കോളറായിരുന്നു ലിയാനാർഡോ ഇർത്തീനോ. അദ്ദേഹം 1374 മുതൽ 1444 വരെയായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹം പ്രധാനമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യം, ഈ ഒറിജിനൽ സോയ്സ് ടെക്സ്റ്റിലുണ്ടാവുന്ന എല്ലാവിധ പ്രത്യേകതകളും നമ്മുടെ ടാർഗറ്റ് ടെക്സ്റ്റിലും കൊണ്ടുവരാൻ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾക്ക് കഴിയണം. അതേപോലെ തന്നെ ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ലെഫ്ലിൻ്റെയും ആ വേർഡുകളുടെയും അതിൻ്റെ ഉള്ളടക്കത്തിൻ്റെയും ഇടയിൽ പരിപൂർണമായിട്ടുള്ള ഒരു ബന്ധം, പരിപൂർണമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന ഒരു ബന്ധവും ഉണ്ടായിരിക്കണം. പിന്നീട് അദ്ദേഹത്തിന് ശേഷമാണ് ഈത്തീൻ ദൂലിയർ എന്ന് പറയുന്ന ഒരു സ്കോളർ വരുന്നത്. അദ്ദേഹം 1509 മുതൽ 1586 വരെയായിരുന്നു ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. ആ ഒരു മെത്തേഡ് അറിയപ്പെട്ടിരുന്നത് മൻഹജു തസ്ഹീഹി എന്നായിരുന്നു. അദ്ദേഹം ആ ഒരു മെത്തേഡിലൂടെ പറഞ്ഞു വെക്കുന്നത്, ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ ഈ അസ്ലിയായിട്ടുള്ള സോയ്സ് ടെക്സ്റ്റിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ഉള്ളടക്കം അയാൾ അറിഞ്ഞിരിക്കണം. അതേപോലെ തന്നെ ഈ സോയ്സ് ടെക്സ്റ്റ് ചെയ്തിട്ടുള്ള ആൾ
ആ എഴുതിയിട്ടുള്ള ആൾ എന്താണ് ഈ ടെക്സ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അയാളുടെ ലക്ഷ്യം എന്താണ് എന്നുള്ളതും ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ അറിയണം. അതായത് ഈ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആൾ ഈ ടെക്സ്റ്റിൻ്റെ യഥാർത്ഥത്തിലുള്ള ആശയം അറിയുകയും അതേപോലെ തന്നെ ഈ ടെക്സ്റ്റ് കൊണ്ട് ഇത് എഴുതിയ ആൾ എന്താണ് ഉദ്ദേശിച്ചത് അതും കൂടെ അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പഠിക്കാനുള്ളത്. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത് അറേബ്യയിലുണ്ടായിരുന്ന ട്രാൻസ്ലേഷൻ്റെ ഒരു ചരിത്രമാണ്. അത് വളരെ ചുരുക്കിയ രീതിയിൽ നമുക്ക് പറയാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.